നമ്മളെല്ലാവരും ചാറ്റ് ജിപിടിയോട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ചാറ്റ് ബോട്ടുകളായിട്ടുള്ള ചാറ്റ് ജിപിടിയോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇനി മുതൽ നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റ് ഔട്ട്പുട്ട് തരുന്നതിന് പകരം ചാറ്റ് ജിപിടിനോട് നമുക്ക് കമൻറ്റ് കൊടുക്കാം. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീ ഡിസൈൻ ചെയ്ത് തരണം എന്ന് പറയാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പല സമയങ്ങളിലും ചാറ്റ് ബോട്ടുകളോട് നമുക്ക് വ്യത്യസ്തങ്ങളായുള്ള ആവശ്യങ്ങൾ ചെയ്യാൻ പറയേണ്ടി വരും. നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പ്രസൻറ്റേഷൻ്റെ കോണ്ടന്റ് ചാറ്റ് ജിപിടിയിലോ ജെമിനിയിലോ വെച്ചിട്ട് ചെയ്യും. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഡിസൈൻ മറ്റു പല പ്ലാറ്റ്ഫോമുകളിൽ പോയിട്ടാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യാറ്. എന്നാൽ ഇനി മുതൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾക്ക് ചാറ്റ് ജിപിടി വെച്ചിട്ട് ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ടാസ്കുകൾ സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്ത് ചാറ്റ് ജിപിടിനോട് കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ്. എങ്ങനെ നമ്മൾക്ക് ഈ ഒരു പുതിയ അപ്ഡേറ്റ്സ് നല്ല രീതിയിൽ യൂസ്ഫുൾ ആകും എന്നുള്ളതാണ് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു പുതിയ ഫീച്ചർ റീസെൻ്റ് ആയിട്ടാണ് ചാറ്റ് ജിപിടിയിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ പേരാണ് ചാറ്റ് ജിപിടി വർക്ക്. മുമ്പ് നമ്മൾ എന്താ വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ഔട്ട്പുട്ടുകളായിരുന്നു നമ്മൾക്ക് കിട്ടിയിരുന്നത്. എന്നാൽ ചാറ്റ് ജിപിടി വർക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾക്ക് വേണ്ട റെഡി ടു യൂസ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ കിട്ടും. അത് നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ വേണമെങ്കിൽ പ്രസൻറ്റേഷൻ, വെബ്സൈറ്റ് വേണമെങ്കിൽ വെബ്സൈറ്റ്, റിപ്പോർട്ടുകൾ വേണമെങ്കിൽ റിപ്പോർട്ടുകൾ, പ്രൊജക്ട് റിപ്പോർട്ടുകൾ വേണമെങ്കിൽ പ്രൊജക്ട് റിപ്പോർട്ട്, അങ്ങനെ അനേകം കാര്യങ്ങൾ നമ്മൾക്ക് ഈ ചാറ്റ് ജിപിടി വർക്ക് വെച്ച് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ആ യൂസ് കേസുകൾ, എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം നമ്മൾ ചാറ്റ് ജിപിടിൻ്റെ നോർമൽ ചാറ്റും വർക്കും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ എൻക്വയറി ഒക്കെ നടത്തുന്ന സംശയങ്ങളൊക്കെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ചാറ്റ് ബോട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതിൽ നമ്മൾക്ക് നോർമലി ആയിട്ടുള്ള ടെക്സ്റ്റ് ഔട്ട്പുട്ടാണ് കിട്ടുക. എന്നാൽ ചാറ്റ് ജിപിടിയുടെ വർക്ക് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? ചിലപ്പോൾ നമ്മൾക്ക് മൾട്ടിപ്പിൾ ടാസ്കുകളുണ്ട്. ഇപ്പോൾ ആദ്യം നിങ്ങൾ കൊടുത്തു ഒരു കാര്യം നീ ആദ്യം അനാലിസിസ് ചെയ്യണം. ആ അനാലിസിസ് ചെയ്ത ശേഷം നീ ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷൻ എടുത്ത ശേഷം നീ ഒരു പ്രസൻറ്റേഷൻ എടുക്കണം. അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് സ്റ്റെപ്പുകളായിട്ടുള്ള വർക്ക് ഉണ്ട്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചാറ്റ് ജിപിടിൻ്റെ വർക്ക് ഉപയോഗിക്കേണ്ടത്. നോർമൽ ആവശ്യങ്ങളിൽ ചാറ്റ് ജിപിടിൻ്റെ ചാറ്റ് ഉപയോഗിക്കാം. ഇതേ ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമുകളിലുണ്ട്. ക്ലോഡിൽ കോവർക്ക് എന്ന് പറയും, ജെമിനിയിൽ സ്പാർക്ക് എന്ന് പറയും, ചാറ്റ് ജിപിടിയിൽ ചാറ്റ് ജിപിടി വർക്ക് എന്ന് പറയും. അപ്പോൾ നമുക്ക് ചാറ്റ് ജിപിടിൻ്റെ വർക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഞാനിവിടെ ചാറ്റ് ജിപിടി ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യം മുകളിൽ കാണാൻ സാധിക്കും ഇത് ചാറ്റ്. നമ്മൾ നോർമലി ഇതുവരെ ചെയ്തിരുന്നതാണ് ചാറ്റ്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വർക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതാണ് നമ്മളുടെ ചാറ്റ് ജിപിടി വർക്ക്. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ചിലത് മുമ്പേ ഉണ്ടായിരുന്നതാണ്. പ്ലഗിൻസ് ഓൾറെഡി ഉള്ളതാണ്. നമ്മൾക്ക് ഇപ്പോൾ ക്യാൻവ അത്തരത്തിലുള്ള പ്ലഗിൻസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ സ്കെഡ്യൂൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ജിപിടിയിൽ കാണാം. അപ്പോൾ എന്നും ഈ ഒരു പണി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കെഡ്യൂൾഡ് പോയിട്ട് നിങ്ങളുടെ ഒരു ടാസ്ക് അവിടെ കൊടുത്താൽ മതി. അപ്പോൾ എന്നും മോർണിംഗ് നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്തിട്ട് അന്നത്തെ അപ്ഡേറ്റ്സ്, അന്നത്തെ പെൻഡിങ് ലിസ്റ്റ്, അന്നത്തെ നിങ്ങളുടെ ടാസ്ക് കൃത്യമായിട്ട് തരും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള പ്രൊജക്ട്സ് ആണ്. പ്രൊജക്ട്സിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓരോ തവണയും ഓരോ കാര്യങ്ങൾ ചാറ്റ് ജിപിടിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പല തരത്തിൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ ഇത് ഒരു പുതിയൊരു പ്രൊജക്റ്റിൻ്റെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുമ്പോൾ ഒക്കെ നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടും, അല്ലെങ്കിൽ ഒരു പ്ലേസിൽ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ചാറ്റ് ജിപിടി വർക്കിൻ്റെ പ്രത്യേകതകളിലേക്ക് പോകാം. ഇവിടെ ആദ്യം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻ്റലിജൻസ് കപ്പാസിറ്റി കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. ഇങ്ങോട്ട് പോകുന്തോറും നല്ല ഇൻ്റലിജൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇങ്ങോട്ട് താഴേക്ക് പോകുന്നതോറും ചെറിയ രീതിയിലുള്ള ഇൻ്റലിജൻസ് ആണ് ഉപയോഗിക്കുന്നത്. സോളാണ് ഏകദേശം ഒരു ആവറേജ് രീതിയിലുള്ള ഇൻ്റലിജൻസ്. ഇത് നമ്മൾ എത്ര കൂട്ടുന്നോ അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ക്രെഡിറ്റ്സ് നഷ്ടപ്പെടും. ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള പ്രോ വേർഷനാണ്. നമുക്ക് വീക്കിലി ഇത്ര ക്രെഡിറ്റ്സ് ആണ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പം നമ്മൾ ആ ക്രെഡിറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്ട്രാ ക്രെഡിറ്റ്സ് വേണമെങ്കിൽ അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മൾ വർക്ക് ഉപയോഗിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ഓരോ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഇൻ്റലിജൻസിൻ്റെ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, സോള് ഇവിടേക്ക് വരുമ്പോഴേക്കും സോളിൻ്റെ എക്സ്ട്രാ ആണ്. ഇവിടെ ടെറ ആണ് ബേസിക്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മോഡലുകൾ സോള്, ടെറ, ലൂണ. ഓക്കെ, ലൂണയിലേക്ക് എത്തുമ്പോഴാണ് ടോപ്പ് എൻഡ് വരുന്നത്. നമുക്ക് സോളോ ടെറ ഏതെങ്കിലും എടുത്താൽ മതി. അതിൻ്റെ തന്നെ നമുക്ക് ഒരു ബേസിക് ലെവലിലുള്ളത് മതി. ഓക്കെ,
ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു പുതിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് നമ്മൾക്ക് കുറേ ആളുകൾ ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അതായത് നമ്മൾക്ക് സിമ്പിളായിട്ട് നീ ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട, വോയിസ് ആയിട്ട് കമൻറ്റ് കൊടുത്താൽ മതി. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പം ഞാൻ ജെമിനിയിൽ പോയിട്ട് സ്പാർക്ക് ഉപയോഗിക്കുകയാണെങ്കിലും, ചാറ്റ് ജിപിടിയിലുള്ള വർക്ക് ഉപയോഗിക്കുകയാണെങ്കിലും, ക്ലോഡിലെ കോവർക്ക് ഉപയോഗിക്കുകയാണെങ്കിലും ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഫംഗ്ഷനാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കും. കാരണം നമ്മൾ എന്താ ഇതിന് ഓൺ ചെയ്തിട്ട് അങ്ങനെ ഓഡിയോ കൊടുത്താൽ മതി. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പ്രസൻറ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ സിമ്പിളായിട്ട് ഒരു ഓഡിയോ കൊടുക്കുകയാണ്. ഓക്കെ, മലയാളത്തിലുള്ള ഓഡിയോ കൊടുക്കുന്നത്. എൻ്റെ കയ്യിലൊരു കോഴ്സ് ഉണ്ട്, AI ഫോർ ടീച്ചേഴ്സ് എന്നുള്ളതാണ്. CBSE സ്റ്റേറ്റ് ടീച്ചേഴ്സിന് പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോഴ്സാണുള്ളത്. അപ്പോൾ ആളുകൾ എൻ്റെ അടുത്തേക്ക് ഈ കോഴ്സിനെ കുറിച്ച് എൻക്വയറി ചെയ്യുന്ന സമയത്ത് ഞാൻ അവർക്ക് ഫോണിൻ്റെ സൈസിൽ അവർക്ക് ചെറിയൊരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ചെറിയൊരു ബ്രോഷർ വേണം. അപ്പോൾ അതിൽ എന്താണ് നമ്മുടെ കോഴ്സ്, AI ഫോർ ടീച്ചേഴ്സ് എന്നുള്ളത് എന്താണ് കോഴ്സ്, ഏതൊക്കെ ടൂളുകളാണ് പരിചയപ്പെടുത്തുക, എങ്ങനെയാണ് അത് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് നീ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ബ്രോഷറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫോൺ ഫ്രണ്ട്ലി ആവണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ എൻ്റെ കോഴ്സിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ കൊടുത്ത ആ ഒരു ഓഡിയോ റെക്കോർഡ്, ഇത് മുഴുവൻ ടെക്സ്റ്റുകളും ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചു. ഇത് ഞാൻ മലയാളത്തിൽ കൊടുക്കുന്നത് വെച്ചാൽ ചില ആളുകൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ, നമുക്ക് മലയാളത്തിൽ കൊടുത്താൽ അത്രത്തോളം റിസൾട്ട് കിട്ടൂലെന്ന്. അങ്ങനെ ഡോൺ പറയും, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ നമ്മുടെ ഒരു AI ഫോർ ടീച്ചേഴ്സ് എന്നുള്ളൊരു കോഴ്സ് ഉണ്ട്. കുറേ ആളുകൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ഒരു കോഴ്സ്. നമ്മളതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കേണ്ട. താല്പര്യമുള്ള ഏതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. കാരണം നമ്മളുടെ ഫീഡ്ബാക്ക് അത്രത്തോളം, അതായത് ഇതിന് എൻറോൾ ചെയ്ത ടീച്ചേഴ്സ് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ്. താല്പര്യം ഉണ്ടെങ്കിൽ എൻറോൾ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എൻട്രി കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനം ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇവിടെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് ഈ ചാറ്റ് ജിപിടി വർക്ക് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അത് ഓരോന്നും, അതായത് നമ്മൾ കൊടുത്ത ടാസ്ക്, ഇത് ചാറ്റ് ജിപിടി വർക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കൊടുത്ത ടാസ്കിന് അതാദ്യം എന്താണ് ഗോള്, ഇനി ആ ഗോളിലേക്ക് എത്തിച്ചേരാനുള്ള ഏതൊക്കെ ടാസ്കുകളുണ്ട്, ഒന്നാമത്തെ ടാസ്ക് ഉണ്ട്, രണ്ടാമത്തെ ടാസ്ക് ഉണ്ട്, മൂന്നാമത്തെ ടാസ്ക് ഉണ്ട്, അങ്ങനെ അത് കണ്ടെത്തിയതിന് ശേഷം ഓരോ ടാസ്കുകളും ചെയ്തു തീർക്കണം. ഇവിടെ നമ്മുടെ പ്രസൻറ്റേഷൻ സ്കിൽസ് വായിച്ചു, പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്കൂൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാണ്. ഇനി ലിങ്കിലെ കോഴ്സ് വിവരങ്ങൾ ലഭിച്ചു. ഇത് വാട്സപ്പ് മിനി ബ്രോഷറായി 7 to 6 വേർട്ടിക്കൽ പേജ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഓരോന്നായിട്ട് പണിയെടുത്തോണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് വെയിറ്റ്. ഏകദേശം 1.5 മിനിറ്റിന് ശേഷം നമ്മുടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വാട്സപ്പിൻ്റെ സ്റ്റൈലിലുള്ള ഒരു ഫോൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രോഷർ ആയിരുന്നു നമ്മൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് നമ്മുടെ കോഴ്സിലുള്ളത്, ഏതൊക്കെ ടൂളുകളാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും അഡീഷണൽ കോഴ്സ് ബെനിഫിറ്റ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോഴ്സിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത്, അത് ചാറ്റ് ജിപിടിയിൽ ഉള്ളതാണ്, ഇനി ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ മലയാളം ഫോണ്ടുകളിൽ നമ്മൾ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് ഉണ്ട്. അത് ഈ മലയാളം ടെക്സ്റ്റ് കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജെമിനിയിലും ഇതേ ചാറ്റ് ജിപിടി വർക്കിൻ്റെ അതേ ഫങ്ഷൻ ജെമിനി ഉണ്ട്. അതിൻ്റെ പേരാണ് സ്പാർക്ക്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. അതിൽ ഈ മലയാളത്തിൻ്റെ പ്രശ്നം കമ്പാരിറ്റീവ്ലി കുറവാണ്, ഗൂഗിളിൻ്റെ ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞത്, PDF. ഇനി ഇതേപോലെ നിങ്ങൾക്ക് ഗൂഗിൾ ഡാറ്റ, ഗൂഗിൾ ഡോക്കിലോ അല്ലെങ്കിൽ പ്രസൻറ്റേഷനിലോ മൈക്രോസോഫ്റ്റ് വേർഡിലോ എക്സലിലേക്കോ നിങ്ങൾക്കൊരു ഫയൽ വേണം, റിപ്പോർട്ട് വേണം, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കാം. നിങ്ങൾ റഫ് ഡാറ്റ കൊടുത്തു, ഇനി പറഞ്ഞു എനിക്കിതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ ഇതൊക്കെ ഇതിൽ ഉണ്ടാക്കി തരും എന്നുള്ളതാണ് ചാറ്റ് ജിപിടി വർക്കിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്ത് നോക്കുകയാണ്. ഇത് നമ്മൾ സിമ്പിളായിട്ട് പുതിയൊരു ചാറ്റ് ഓൺ ചെയ്തു, വർക്ക് ഓപ്പൺ ചെയ്ത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു റിവ്യൂ, യൂട്യൂബിൻ്റെ കഴിഞ്ഞ മാസത്തിലെ ഒരു CUV ഫയൽ, ഒരു CSV ഫയൽ, ഐ തിങ്ക് CSV ഫയൽ, അതായത് നമ്മുടെ യൂട്യൂബിൻ്റെ റിപ്പോർട്ട്സ് ആണ്. അത് കൊടുത്തിട്ട് ഒരു ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് നിർമ്മിച്ച് തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എൻ്റെ ടീം മെമ്പേഴ്സിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഡാറ്റ വെച്ചിട്ട് ഒരു ഇൻ്ററാക്റ്റീവ് ഡാഷ്ബോർഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ഫയൽ അറ്റാച്ച് ചെയ്യണം, ആഡ് ഫോട്ടോ ഫയൽ അറ്റാച്ച് ചെയ്യണം. ഓക്കെ,
നമ്മളുടെ CSV ഫയൽ ഇവിടെ അറ്റാച്ച് ചെയ്തു, ശേഷം ഓപ്പൺ കൊടുത്തു. അപ്പം നമ്മളുടെ ആ ഡാറ്റ ഇവിടെ വന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അത് ഞാനിവിടെ മലയാളത്തിൽ തന്നെയാണ് കൊടുക്കുന്നത്. നീ എനിക്കൊരു ഈ ഡാറ്റ വെച്ചിട്ട് ഒരു ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് നിർമ്മിച്ചു തരണം. അപ്പം ആ ഒരു ഇൻ്ററാക്റ്റീവ് ഡാഷ്ബോർഡ് എൻ്റെ ടീം മെമ്പേഴ്സിന് ഷെയർ ചെയ്യണം. അവർക്ക് കൃത്യമായിട്ട് ഡാറ്റ വെച്ചിട്ട് നെക്സ്റ്റ് മന്തിലുള്ള ഡിസിഷൻസ് എടുക്കാനാണ്. ഏതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക, ഏതെല്ലാം സ്ട്രാറ്റജി നമ്മൾ മേക്ക് ചെയ്യണം, അതെല്ലാം നമ്മുടെ ഈ ഒരു ഇൻ്ററാക്റ്റീവ് ഡാഷ്ബോർഡിൽ വേണം. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണം. അത് നീ മുഴുവനായിട്ട് നിർമ്മിച്ചതാണ്. നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു, എല്ലാം കൊടുത്തു. ഇനി ഇവിടെ വേണമെങ്കിൽ ChatGPT നമ്മൾ ഈ വെബ്സൈറ്റ് നിർമ്മിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ താഴേക്ക് വന്ന സൈറ്റ്സ് എന്നുള്ളതുണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു, ശേഷം എൻ്റർ കൊടുത്തു. നമുക്കിനി റിസൾട്ടിനെ വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഏകദേശം 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഡാഷ്ബോർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്രയാണ് നമ്മൾക്ക് ഓരോ കാര്യങ്ങളും ഇവിടെ എങ്ങനെ നമ്മൾ നെക്സ്റ്റ് മന്ത് ഫോക്കസ് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഒരു ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഓരോ വീഡിയോ എത്ര ആളുകൾ കണ്ട്, എത്ര ഹവർ വ്യൂ ഉണ്ട്, എങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. തൊട്ട് മുമ്പ് പറഞ്ഞ പോലത്തെ പ്രസൻറ്റേഷൻസ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങളുണ്ടെങ്കിൽ, അത് ഗൂഗിൾ ഡോക്ക് നിർമ്മിക്കുന്ന, എക്സൽ നിർമ്മിക്കുന്ന, പ്രസൻറ്റേഷൻ നിർമ്മിക്കുന്ന, ഇമേജുകൾ നിർമ്മിക്കുന്ന, അതൊക്കെ നമ്മൾക്ക് ഇത് വെച്ചിട്ട് നിർമ്മിക്കാൻ സാധിക്കും. അപ്പം ഞാൻ ഇമേജ് നിർമ്മിച്ചത് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്രത്തോളം നമുക്ക് ഇമേജുകൾ നിർമ്മിക്കാം എന്നുള്ളത് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരോസിൽ നിർമ്മിക്കേണ്ട ആവശ്യമാണ്. ഒരുപാട് ഇമേജ് പോസ്റ്ററുകൾ. അപ്പം അത് ഞാൻ സിമ്പിളായിട്ട് ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ അനുയോജ്യമായ 7 സ്ലൈഡുള്ള AI ഫോർ പ്രൊഡക്ടിവിറ്റി എന്നുള്ള ഒരു സബ്ജക്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കിട്ടിയ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചു തരാം. ആദ്യം നമ്മൾക്ക് ഓരോന്നായിട്ടുള്ള അതിൽ കൊടുക്കേണ്ട കണ്ടന്റുകൾ കൃത്യമായിട്ട് തന്നു. അതിനുശേഷം ഇവർ തന്നെ കൃത്യമായിട്ട് ഡിസൈനും ചെയ്തു തന്നിട്ടുണ്ട്. എത്ര അമേസിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സിമ്പിളായിട്ട് ഒരു ചാറ്റ് റിസൾട്ട് തരിക അല്ലെങ്കിൽ ടെക്സ്റ്റ് റിസൾട്ട് തരിക എന്നതിൻ്റെ അപ്പുറത്ത് മൾട്ടിപ്പിൾ കാര്യങ്ങൾ റെഡി ടു യൂസ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ തരുന്നതിലാണ് ChatGPTയുടെ വർക്ക് ഫോക്കസ് ചെയ്യുന്നത്. അത് നമുക്ക് അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് കൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ നെക്സ്റ്റ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ യൂസ്ഫുൾ ആകുന്നതാണ് ChatGPT വർക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.